ചേട്ടാ ഓ എന്തിവിടെ? ഞാൻ നമ്മളെ വൈശാന നമുക്ക് എനിക്കൊരു സൈറ്റിൽ പോകുന്നത് മെഷർമെന്റ് എടുക്കാറുണ്ട്. പിന്നെ എവിടെ സൈറ്റ് എവിടെ? ഇപ്പൊ ഇവിടെ പണിയൊക്കെ ഉണ്ടോ? ശ്രീയായിരം വർക്കുണ്ട്, കുഴപ്പമില്ല, വർക്കുണ്ട്, അത്യാവശ്യം വർക്കുണ്ട്. നീ ഇപ്പം എന്തൊരു പരിപാടി? ഒന്നുമില്ലണ്ണ, ജോലിയും ഇല്ല പണിയും ഇല്ല, ആകെ മൊത്തം ശോകാവസ്ഥ. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലാന്നാണ് ആലോചിക്കുന്നത്. നീ എന്തെങ്കിലും ബിസിനസ് നോക്കാൻ? എന്ത് ബിസിനസ്? എന്തെങ്കിലും ചെറിയ തട്ടിക്കൂട്ട് ബിസിനസ് നോക്ക്. എന്തെങ്കിലും ഐഡിയ പറഞ്ഞാ എന്തോ ഇപ്പൊ കാണാനില്ല. ഇലക്ഷൻ വർക്ക് തുടങ്ങിയ പിന്നെ അടേ ഞാൻ വേറൊരു ഓപ്ഷൻ പറയാം, നിനക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. മാമി പെൻഷനല്ല, പെൻഷനായി. നീ ഒരു കാര്യം ചെയ്യും, അമ്മയുടെ പെൻഷൻ കാശ് നേരെ ബാംഗ്ലൂർ വിട്. എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി അമ്മയുടെ പെൻഷൻ കാശ് എന്ന് പറഞ്ഞാൽ മതി. അവരൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യും. പെൻഷൻ കാശ് കൊണ്ട് IT കമ്പനി തുടങ്ങാൻ പറ്റും. പിന്നെ തുടങ്ങാൻ പറ്റാത്ത നീ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാമല്ലോ. നിങ്ങൾ കുറച്ച് പോകേണ്ടി കുറച്ച് പൈസ കൊടുത്താൽ ഞാൻ എന്തിനു പോകണ്ട? നീ ഓരോന്നുമില്ല, ബെസ്റ്റ് ഓപ്ഷനാണ്. നീ പെൻഷൻ കാശ് കൊണ്ട് നേരെ നീ ബാംഗ്ലൂർ വിടുക, അവിടെ പോയിട്ട് ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിൽ പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തൊരു കുറ്റം ഞാൻ പറഞ്ഞു? ഞാൻ പറയാൻ നല്ല കാര്യമില്ല. അങ്ങനെ IT കമ്പനി തുടങ്ങി രക്ഷപ്പെടുവോ? നീ എന്ത് ന്യൂസ് ഒന്നും കേൾക്കില്ലേ? നീ ഇല്ല, നീ ന്യൂസ് നിങ്ങൾ പോകേണ്ടി ന്യൂസ് ഒന്നും അത് പോണ്ട, അത് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആകാശം. നീ ചുമ്മാ അതുപോലെ തന്നെ IT കമ്പനി കേസ് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. IT കമ്പനിയുടെ കേസ് പറഞ്ഞാ IT കമ്പനി തുടങ്ങാതെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ ചുമ്മാ ഞാനൊന്ന് രക്ഷപ്പെടുത്തി തരേ, നിനക്ക് അറിയാലോ അവിടെ പോയാ രക്ഷപ്പെടാന്നത്. നീ പിന്നെ വേറൊരു കേസ്, നീ പോകുമ്പോഴത്തേക്ക് വേറൊരു കാര്യം അറിയിക്കണം, നമ്മൾ 2 കൈകളും ശുദ്ധമായിരിക്കണം. നമ്മളെ കൈയൊക്കെ ശുദ്ധം തന്നെ. നീ ഒന്ന് പറഞ്ഞോളൂ, സെറ്റ് ചെയ്തേ പയ്യനെ. രക്ഷപ്പെടുമ്പോ നമ്മളൊന്ന് കാണണേ കേട്ടാ.